എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് 2 ടൈപ്പ് പൂരി ഉണ്ടാക്കാം. ഒന്ന് പച്ച കളറിലും ഒന്ന് ചുവപ്പ് കളറിലുള്ള പൂരി. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രസമുണ്ട്. എന്നാൽ ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഇത് നമ്മളൊന്ന് ഇല കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, പാലക്ക കൊണ്ടാണ്, പിന്നെ ഒന്ന് തക്കാളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രുചിയൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു രുചിയാണ് കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയേയില്ല. അപ്പോൾ അത് തന്നെ നമുക്ക് പാലക്കിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു കെട്ട് പാലക്കാണ് കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു വലിയ പാത്രത്തിൻ്റെ ഉള്ളിൽ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഈ ഇല ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ ഇലയിലേക്കൊന്ന് ഒഴിക്കാനാണ്. അതിൻ്റെ ഒരു കട്ടൊന്ന് കളയാനുണ്ട് പാലക്കിന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിൻ്റെ കട്ട് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തക്കാളി കൂടെ ഇട്ടു. നമുക്ക് എന്തായാലും തക്കാളിയുടെ പൂരി ഉണ്ടാക്കാനായിട്ട് ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആ തൊലി ഒന്ന് ഉരിഞ്ഞ് കളയും വേണം. അപ്പോൾ എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ആ തക്കാളി ഇട്ടതാണ്. അപ്പോൾ 2 തക്കാളിയും അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഞാൻ വെള്ളം ചൂടോടുക്കനെ തന്നെ ഈ ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒഴിക്കുന്നതോട് കൂടിയിട്ട് ഇലയൊക്കെ ഒന്ന് ഒതുങ്ങി ചുങ്ങി അങ്ങോട്ട് വരും. വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. എന്നിട്ട് അതിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ആ കട്ടില്ലാണ്ടായി കിട്ടും. ഇനി അതൊന്ന് വാർത്തതിന് ശേഷം നമുക്കത് അങ്ങനെ തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടൊക്കെ ഉണ്ടാവും, അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അതോട് കൂടിയിട്ട് തന്നെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവേണമെങ്കിൽ ഒരു 3 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ കൈപ്പിടി ഒരു 4-5 കതിരൊക്കെ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഒരുമിച്ച് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം, കട്ടയില്ലാതെ നല്ല ഫൈനാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ 1 കപ്പ് ആട്ടമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് അജ്വൈനാണ് കേട്ടോ. അത് അയമോദകം നല്ലതാണ് വയറിനൊക്കെ. നമ്മൾ ഇതിൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങ് കറിയാണ്, അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇട്ടൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ്, വല്ലാണ്ട് ടൈറ്റ് അല്ല, വല്ലാണ്ട് സോഫ്റ്റ് ആവരുത് കേട്ടോ. ഇത്തിരി ഒരു വല്ലാണ്ട് സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന അത്രയും സോഫ്റ്റ്നെസ് വേണ്ട, കുറച്ച് ഇത്തിരി സോഫ്റ്റ് കുറയ്ക്കാം. അങ്ങനെ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പം മാവൊക്കെ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതവിടെ മാറ്റി വയ്ക്കും, മൂടി വയ്ക്കും ഒരു 10 മിനിറ്റ്. ഇനി നമുക്ക് തക്കാളിയുടെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തക്കാളി നേരത്തെ വേവിച്ച് വെച്ചതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തക്കാളിയുടെ ആ നടുഭാഗത്ത് ആ തണ്ടിൻ്റെ ആ ഭാഗമുണ്ട്, അത് ഇത്തിരി കട്ടിയാണ്, അത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് റൗണ്ടിൽ. എന്നിട്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒപ്പം തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഒരു ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതും നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് അതങ്ങനെ ഇതുപോലെ വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തക്കാളി ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തേക്കണം. അപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1.25 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്, ആട്ടമാവ്. അതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ അജ്വൈൻ കുറച്ച് ഇതുപോലെ കയ്യിൽ തിരുമ്മിയിട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. അതല്ല പൊടി ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ പൊടി ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് രണ്ടും. ഇനി അതും കൂടെ ഇതുപോലെ നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ തടവിയിട്ട് മാറ്റിക്കും. ഇപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഉരുട്ടി പരത്തി ഉണ്ടാക്കുകയാണ് വേണ്ടോ. അപ്പോൾ അതാ ആ എണ്ണ തടവി വെച്ചത് കണ്ട നല്ല ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചപ്പോഴേക്കും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്നുകൂടി കുഴച്ചിട്ട് വേണം നമ്മളിനി പിന്നെ ചെറിയ ഉരുളകൾ പൂരി ചെയ്തുകൊണ്ട് വലിയ സൈസ് വേണ്ട, ചെറിയ സൈസുകളായിട്ട് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ നമുക്ക് പരത്തി കൊടുക്കാം. കുറച്ചും കൂടെ പൊടിയിട്ട് തന്നെ നന്നായിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ അത്രയും കനം കുറയ്ക്കേണ്ട, ഒരു ലേശം കൂടെ കനത്തിലായിട്ട് പൂരിയുടെ ഒരു കനം കണ്ടിട്ടില്ല, ആ ഒരു കനത്തിൽ എല്ലാം ഒരേ ഈവനായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പച്ച കാണാനാണ് കൂടുതൽ ഭംഗി. ടേസ്റ്റ് രണ്ടും ഒരേപോലെ തന്നെയായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ടൊമാറ്റോ പുരിയുടെയും അതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ വല്ലാണ്ട് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ആവശ്യത്തിന് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാക്കുക. ഓയിൽ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ രണ്ടും നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു മാവ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി. കാരണം
ഇത് നല്ലവണ്ണം ചൂടാവണം. പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടായിരിക്കണം എണ്ണ. അപ്പോഴാണ് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്നൊക്കെ പൂരിയല്ലേ ആയി കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടോ. അപ്പോൾ ഈ വല്ലാണ്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ പൂരി വല്ലാണ്ട് അങ്ങോട്ട് ക്രിസ്പാവില്ല. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് സോഫ്റ്റായി പോവും നമ്മുടെ പൂരികൾ. അതുകൊണ്ടാണ് വല്ലാണ്ട് സോഫ്റ്റ് ആക്കേണ്ട. പൂരി ഇത്തിരി ടൈറ്റായിട്ടുള്ള മാവാക്കിയിട്ട് ഉണ്ടാക്കാം. എന്നാൽ വല്ലാണ്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ വല്ലാണ്ട് ക്രിസ്പായി ഇരിക്കുകയും ചെയ്യും, വടി പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മൾ ആ മാവ് ഒന്ന് പരത്തി എന്താ പറയുക എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പൂരികൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.